പ്രിയമുള്ളവരെ, ഇന്ന് സാധാരണ മജീഷ്യന്മാരാണ് മാജിക് ചെയ്യുന്നത്. ഇന്ന് ഗോപിക ഞാനല്ല മാജിക് ചെയ്യുന്നത്. ഗോപിക ഒരു പാക്കറ്റ് ചീട്ടുണ്ട്, ഓപ്പൺ ചെയ്തോളൂ. ഓക്കെ, ഷഫിൾ ചെയ്തോളൂ, കയ്യിൽ വെച്ചോളൂ, കമത്തി. ഓൾറൈറ്റ്, ഗോപിക ഇവിടെ ഈ ചീട്ട് ഷഫിൾ ചെയ്തു. എനിക്കറിയില്ല. ഓൾറൈറ്റ്, ഓക്കെ. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഗോപിക ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ചീട്ട് സെലക്ട് ചെയ്തോളൂ, ഒരെണ്ണം. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം എടുത്തോളൂ. ഗോപിക ഒരു ചീട്ട് എടുത്തു. അത് എനിക്കറിയില്ല. ഒരു പക്ഷേങ്കിൽ ഞാൻ പറയാം, ഒരു മജീഷ്യൻ്റെ കാർഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഈ ഇരിക്കുന്ന 3 നമ്മുടെ ഗസ്റ്റുകളോട് കൂടി ഈ ചീട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി എ മാജിക്. അതൊരു മാജിക് ആകത്തില്ലേ? നിങ്ങൾ റെഡിയാണോ? നസീർക്ക ഇക്ക റെഡിയാണോ? മാജിക് വളരെ സിമ്പിൾ ആണ്. റൈറ്റ്, എന്റെ കൈവശം ഒരു മൊബൈലുണ്ട്. ഓക്കെ, കം ഫോർവേഡ്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് അതിന്റെ കളറ് ചോദിക്കാം. ഇതിന്റെ കളറ് ഏത് കളറാണെന്ന് ആരാണ് പറയേണ്ടത്? ഷാഫിക സൂക്ഷിച്ച് നോക്കുക. ഗോപികയുടെ മുഖത്തേക്ക് നോക്കുക. ഏതാണ് കളറ്? റെഡ് ആണോ? യെസ്. ഓക്കെ, അതിന് ചിഹ്നമുണ്ട്. റെഡിനകത്ത് 2 ചിഹ്നമുണ്ട്. ഒന്ന് ഹേർട്സ് ഉണ്ട്, ഒന്ന് ഡയമണ്ട് ഉണ്ട്. അതാരാണ് പറയേണ്ടത്? ഓക്കെ, നസീർക്ക ഏതാണ് ആ ചിഹ്നമെന്ന് നസീർക്ക പറയൂ. ഹേർട്സ് ആണോ? യെസ്. ഇനിയാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്. ഏതാണ് ആ നമ്പർ എന്നുള്ളത്? നസീർക്ക വളരെ സൂക്ഷിച്ച് നോക്കിയതിന് ശേഷം പറയുക, ഏതാണ് ആ ചീട്ട്? 8ന്റെ പണി കിട്ടിയാൽ അതിന്റെ പകുതി. 8ന്റെ പണി കിട്ടിയാൽ അതിന്റെ പകുതി. 8ന്റെ പണി കിട്ടിയാലിന്റെ പകുതി, അതായത് 4 ഓഫ് ഹേർട്സ് ആണോ? വാവ്, ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് യാർ. നല്ലൊരു കാര്യം എടുത്തേ. ഇവർക്കെല്ലാം മാജിക് മനസ്സിലായി. വളരെ മനോഹരം. ഗോപിക്ക് മനസ്സിലായോ? ഇല്ല. എപ്പിസോഡിന്റെ ടെലികാസ്റ്റ് കാണുമ്പോൾ ഗോപിക്കും തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പൊ മനസ്സിലാക്കിയാൽ മതി.